കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് ആചാര്യനുമായ EMS നമ്പൂതിരിപ്പാട് വിടവാങ്ങിയിട്ട് ഇന്ന് 25 വർഷം. ചരിത്രകാരൻ, മാർക്സിസ്റ്റ് തത്വശാസ്ത്രജ്ഞൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനായ അദ്ദേഹം ആധുനിക കേരളത്തിന്റെ ശില്പികളിൽ പ്രധാനിയാണ്. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു, ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. ആധുനിക കേരളത്തിന്റെ ഭാവി നിർണയിച്ച ഭരണകർത്താവും സാമൂഹ്യ സാംസ്കാരിക ഇടപെടലുകളിലൂടെ പകരം വയ്ക്കാനാകാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്നു EMS. 1957 ലോകത്തിലാദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നപ്പോൾ സർക്കാരിനെ നയിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. അധികാരത്തിലേറി ഒരാഴ്ചക്കകം ഭൂപരിഷ്കരണ നിയമം പാസാക്കി. ഇതോടൊപ്പം പാസാക്കപ്പെട്ട വിദ്യാഭ്യാസ പരിഷ്കരണ നിയമവും സാമൂഹ്യ വ്യവസ്ഥിതിയെ അപ്പാടെ മാറ്റിമറിക്കുന്നതായി. 2 വർഷത്തിന് ശേഷം 1959 വിമോചന സമരം EMS സർക്കാരിനെ പിരിച്ചുവിടുന്നതിലാണ് അവസാനിച്ചത്. 1967 EMS വീണ്ടും മുഖ്യമന്ത്രിയായി സപ്തകക്ഷി മുന്നണിയെ നയിച്ചു. കേരളത്തിൻ്റെ ഭാവിയെ തന്നെ നിർണയിച്ച ദീർഘവീക്ഷണമുള്ള ഒട്ടേറെ നടപടികൾ EMS സർക്കാർ നടപ്പാക്കി. 6 തവണ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട EMS 2 തവണ മുഖ്യമന്ത്രിയും 1.5 ദശാബ്ദത്തോളം പ്രതിപക്ഷ നേതാവുമായിരുന്നു. ഒരു നല്ല രാഷ്ട്രീയക്കാരനാവാൻ വേണ്ട പ്രധാന ഗുണം ഒന്ന് സത്യസന്ധതയും മര്യാദയും, 2 ജനങ്ങളോടുള്ള അടുപ്പം, ജനങ്ങളെ സേവിക്കാനുള്ള സന്നദ്ധത. മാർക്സിസ്റ്റ് സംവാദത്തിൻ്റെ പത്രാധിപർ, AKG പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ, ദേശാഭിമാനി ചീഫ് എഡിറ്റർ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച EMS 100-ലധികം പുസ്തകങ്ങൾ എഴുതി. ആശയങ്ങൾ രൂപീകരിക്കുന്നതിലും അത് പ്രയോഗത്തിൽ വരുത്തുന്ന കാര്യത്തിലും പുതിയ കേരളത്തിൻ്റെ ശില്പികളിൽ ഒരാളായി EMSനെ കണക്കാക്കുന്നു. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ മുൻനിരക്കാരിൽ ഒരാൾ കൂടിയായിരുന്ന EMS 1998 മാർച്ച് 19 തൻ്റെ 89-ാം വയസ്സിലാണ് അന്തരിച്ചത്. ന്യൂസ് ഡെസ്ക് യോഗനാഥം ന്യൂസ്.